നാരായണീയം ദശകം 5 വിരാട് പുരുഷോൽപത്തി. 9-ാമത്തെ ശ്ലോകം. ഏതേ ഭൂതഗണാഃ തഥഃ ഇന്ദ്രിയഗണാഃ ദേവാഃ ച ജാതാഃ പൃഥഗ് നോ ശേകുഃ ഭുവനാണ്ഡനിർമ്മിതിവിധൗ ദേവൈഃ അമീഭിഃ തഥാ ദേവൈരമീഭിസ്തഥാ ത്വം നാനാവിധസൂക്തിഭിർനുദഗുണഃ തത്വാന്യമൂന്യാവിശൻ ചേഷ്ടാശക്തിമുദീര്യ താനി ഘടയൻ ഹൈരണ്യമണ്ഡം വ്യഥാ. ഏതേ ജാതാഃ ഈ ഉൽപ്പന്നങ്ങളായ ഭൂതഗണാഃ ഭൂതസമൂഹങ്ങളും തഥാ ഇന്ദ്രിയഗണാഃ അപ്രകാരം ഉൽപ്പന്നങ്ങളായ ഇന്ദ്രിയ സമൂഹങ്ങളും ദേവാഃ ച ദേവന്മാരും ഭുവനാണ്ഡനിർമ്മിതി വിധൗ ബ്രഹ്മാണ്ഡത്തെ സൃഷ്ടിക്കുക എന്ന കാര്യത്തിൽ പൃഥക് നോ ശേകുഃ വെവ്വേറെ കഴിവുള്ളവയായില്ല. തഥാ അമീഭിഃ ദേവൈഃ നാനാവിധസൂക്തിഭിഃ നുദഗുണഃ ത്വം. തഥാ അപ്പോൾ അമീഭിഃ ദേവൈഃ നാനാവിധസൂക്തിഭിഃ ഈ ദേവന്മാരാൽ പലതരത്തിലുള്ള സൂക്തികളെ കൊണ്ട് നുദഗുണഃ പുകഴ്ത്തപ്പെട്ട ഗുണങ്ങളോടുകൂടിയ ത്വം അവിടുന്ന് അമൂനി തത്വാനി ആവിശൻ ഈ ഭൂതാദി തത്വങ്ങളിലേക്ക് കടന്നുകൂടിയിട്ട് ചേഷ്ടാശക്തിം ഉദീര്യ ചേഷ്ടിക്കുവാനുള്ള ശക്തിയെ ഉണർത്തിവിട്ട് താനി ഘടയൻ അവയെ ഇണക്കിയിട്ട് ഹൈരണ്യം അണ്ഡം യഥാഹ ഹിരൺമയമായ സ്വർണമയമായ അണ്ഡത്തെ നിർമ്മിച്ചു. ഈ ശബ്ദാദികളായ സൂക്ഷ്മഭൂതങ്ങളുടെയും ആകാശാദി സ്ഥൂലഭൂതങ്ങളുടെയും സമൂഹങ്ങളും അപ്രകാരം ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, അന്തരിന്ദ്രിയങ്ങൾ ഇവയും അവയുടെ അധിഷ്ഠാന ദേവതകളും വെവ്വേറെയായി ജനിച്ചുവെങ്കിലും ബ്രഹ്മാണ്ഡ നിർമ്മാണമാകുന്ന വ്യാപാരത്തിൽ ശക്തരായില്ല. അതായത് ഭൂതാദികളുടെ സൃഷ്ടിക്ക് ശേഷം വേർതിരിഞ്ഞു കിടന്നിരുന്ന അവയ്ക്ക് കാണുന്ന വഴി പോലെ കൂട്ടിയിണക്കപ്പെട്ട ബ്രഹ്മാണ്ഡത്തിൻ്റെ സ്വരൂപത്തിൽ ആവാനുള്ള ശക്തി ഉണ്ടായില്ല. അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകളാൽ പല പ്രകാരത്തിലുള്ള സ്തുതിവചനങ്ങളെ കൊണ്ട് വാഴ്ത്തപ്പെട്ട ഗുണങ്ങളോടുകൂടിയ നിന്തിരുവടി ഈ തത്വങ്ങളിൽ പ്രവേശിച്ചവനായി ക്രിയാശക്തിയെ പ്രേരിപ്പിച്ച് എല്ലാ ഭൂതങ്ങളെയും ഇന്ദ്രിയാദികളെയും ഒരുമിച്ചു ചേർത്ത് ബ്രഹ്മാണ്ഡത്തെ നിർമ്മിച്ചു. ഏതേ ഭൂതഗണാസ്തദേന്ദ്രിയഗണാ ദേവാശ്ച ജാതാ പൃഥഗ് നോ ശേകുർഭുവനാണ്ഡനിർമ്മിതിവിധൗ ദേവൈരമീഭിസ്തഥാ ത്വം നാനാവിധസൂക്തിഭിർനുദഗുണ തത്വാന്യമൂന്യാവിശൻ ചേഷ്ടാശക്തിമുദീര്യ താനി ഘടയൻ ഹൈരണ്യമണ്ഡം യഥാ.